ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള പടമാണ്. ഞാനൊരു സീനിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ടു. എനിക്ക് പടത്തിൻ്റെ കഥയൊന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഇഷ്ടപ്പെട്ടു. ചെറിയൊരു പടമാണ്, കുഞ്ഞിപ്പടമാണ്. നമ്മുടെ പ്രൊമോഷനും പരിപാടികളൊക്കെ വളരെ കുറവാണ്. ഇന്നിങ്ങനെ ഒരു പടം ഇറങ്ങിയ കാര്യം പോലും അധികം പേർക്കൊന്നും അറിയില്ലെന്ന് എനിക്ക് തോന്നുന്നു. അറിയുകയാണെങ്കിൽ നിങ്ങൾ വഴിയൊക്കെ അറിയാനുള്ള സന്തോഷമായിരിക്കും, കാണുന്നവർക്ക് സന്തോഷമായിരിക്കും. കോമഡി പടമാണ്. അത് കണക്റ്റ് ആവുന്നുണ്ട് കേട്ടോ. കാരണം എനിക്ക് ഇതിൻ്റെ കഥയൊന്നും പൂർണ്ണമായിട്ട് അറിയില്ലായിരുന്നു. എൻ്റെ ഒരു സുഹൃത്ത് എഴുതിയിട്ടുള്ളൊരു പടമാണ്. എൻ്റെ തലേന്നൊരു ആർട്ടിസ്റ്റിൻ്റെ എന്തൊരു പ്രശ്നം വന്ന സമയത്ത് പെട്ടെന്ന് പോയിട്ട് അഭിനയിച്ചൊരു സീനിലാണ് ഞാനുള്ളത്. അപ്പോൾ ആ സമയത്ത് പെട്ടെന്നൊന്നും എനിക്കങ്ങനെ കാര്യമായിട്ട് കേൾക്കാൻ പറ്റണമെന്നുണ്ടായിരുന്നു. ഇന്നാണ് ശരിക്കും ഞാൻ കഥ ഫുള്ളായിട്ട് കാണുന്നത്. കണ്ടു നോക്കി ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് എല്ലാവരും. നമുക്ക് പുതുമ തോന്നുന്ന രീതിയിലാണ് പടം ഉള്ളത്. എനിക്കറിയില്ല മലയാളത്തിൽ ഇതൊക്കെ നേരത്തെ പടം ഇറങ്ങിയിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരുപാട് ചിരിക്കാനുണ്ടോ? എല്ലാവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഒരു ദിവസം തന്നെ 2 ചിത്രങ്ങളല്ലേ? ഒരു ദിവസം ഇറങ്ങിയ 2 സിനിമകൾ, രണ്ടിലും മോശമില്ലാത്ത വേഷമാണ്. ഇവിടെ ക്യാരക്ടർ പോലെയൊക്കെ തോന്നുന്ന ഒരു ക്യാരക്ടറാണ്. വളരെ സന്തോഷം. നല്ല സിനിമ, രസമുണ്ട്, നല്ല ഹ്യൂമറൊക്കെ ഉണ്ട്. സെക്കൻഡ് ഹാഫൊക്കെ ഭയങ്കര രസമായിരുന്നു. തമാശയുണ്ട്, നല്ല കയറി അലക്കാൻ പറ്റിയൊരു സാധനമാണ്. എല്ലാവർക്കും കയറാവുന്നത്. അതിനകത്തൊരു വലിയൊരു കോമഡി ഉണ്ടാക്കിയത് അടുത്ത വീട്ടിലെ തെങ്ങ് എന്റെ നെഞ്ചത്ത് തേങ്ങ എന്ന് പറഞ്ഞ ഒരു കോമഡി ഉണ്ടായിരുന്നു. പറഞ്ഞാൽ വ്യത്യസ്തമാണ്. അങ്ങനെ ഒരു സാധനം പറഞ്ഞിട്ട് ഞങ്ങൾ അത് ഡബിങ്ങിന് കയറ്റിയ സാധനമാണ്. ഞാനൊരു സാധനം ഒരെണ്ണം അടിക്കാൻ പോകട്ടെ, ഞാൻ 2-3 മാറ്റി പറഞ്ഞു. അതൊന്നും പോരാ, ഞാൻ പറഞ്ഞു ഒരു സാധനം ഉണ്ട് പറഞ്ഞു നോക്കാന്ന് പറഞ്ഞാണ്. ഡയറക്ടർ കാണാൻ എൻ്റെ ക്രെഡിറ്റ് ഞാൻ പറഞ്ഞു എന്നുള്ള സത്യമാണ്. ഇതാണ് നമുക്ക് ഇങ്ങനെ പറയാം, അടുത്ത വീട്ടിലെ തേങ്ങ എൻ്റെ നച്ചിട്ടാന്ന് പറഞ്ഞു. അത് ട്രോള് പോലെയൊക്കെ വരാൻ സാധ്യതയുള്ള സാധനമാണ്. അങ്ങനെ അതിനകത്ത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് സമയത്ത് കയറ്റി അതിന് നമ്മൾ സ്വാതന്ത്ര്യം ഒരുക്കുന്നത്, അതാണ് അതിൻ്റെ രസം. പിന്നെ എന്താ പറയുക, ഒരു കൂടുതലുള്ള കഥാപാത്രം അവതരിപ്പിക്കാൻ പറ്റി, അതിന് വലിയ സന്തോഷം. ഇനിയുള്ള മുന്നോട്ടുള്ള യാത്രയിൽ നിങ്ങളൊക്കെ ഒപ്പമുള്ളതാണ്. എല്ലാവരുടെയും സിനിമ നല്ല സിനിമയെന്ന് പറയുക, നല്ല സിനിമയെന്ന് പറയുകയല്ല, നല്ല സിനിമയാണ് കേട്ടോ. ഫാമിലി എന്തുദ്ദേശം വരുന്നോ അതിനുള്ളതുണ്ട്, തമാശയൊക്കെ ഉണ്ട്, രസമായിട്ട്. നമുക്ക് മതിയാവില്ല. താങ്ക് യു. ഭയങ്കര സന്തോഷം. എന്നെ ഇതിനു മുമ്പ് ചെറിയ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതാണ് കൂടുതൽ സ്ക്രീൻ സ്പേസ് കിട്ടിയിരിക്കുന്നത്. ഒത്തിരി സന്തോഷം. ഐ ആം ഹാപ്പി. ഒരു ചെറിയ വലിയ പടം പോലെ, ഒരു ചെറിയ വലിയ പടം. അതെ, ഒരു ചെറിയ വലിയ പടം, അതിലൊരു ഭാഗമാകാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. അനീഷേൻ്റെ അടുത്തും പ്രൊഡ്യൂസേഴ്സ് ജെയ്സിൻ്റെ അടുത്തും ജോയ്സിൻ്റെ അടുത്തും ഒത്തിരി നന്ദി. കൂടെ അഭിനയിച്ച എല്ലാവരുടെ അടുത്തും ഒത്തിരി നന്ദി. ഒരു ഫാമിലി പോലെയാണ് ഞങ്ങളത് ചെയ്യുന്നത്. ആ ഒരു ഫീൽ തന്നെയാണ്. ഡയറക്ടറാണ്, ചെറിയ പടമാണ്, പക്ഷേ നല്ല രസമായിട്ടാണ് ബ്ലെൻഡ് ചെയ്തേക്കുന്നത്. സെക്കൻഡ് ഹാഫ് കുറച്ചുകൂടെ ടൈറ്റായിരുന്നു. എനിക്ക് വർക്കായി ഭയങ്കരമായിട്ട്. അപ്പം കാസ്റ്റൊക്കെ കുറേ വരുന്നുണ്ട്. I never expect she can do this much, and the theme was really amazing. Simple theme for the present relevant Kerala culture, especially the high range, the real story depicted. Human mind can conquer with the love. It's wonderful, amazing. ആദ്യമായിട്ടാണ് തിയേറ്ററിൽ റിലീസ് ആവാൻ എക്സൈറ്റ്മെന്റിലാണ്. ചെറിയൊരു വലിയ പ്രൊമോഷനൊന്നും ഇല്ലാത്തൊരു ചെറിയൊരു പടമാണ്. അതെ അതെ. പേടിയുണ്ടോ? കാരണം വലിയ പടങ്ങൾ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ പേടിയൊന്നുമില്ല. പേടി എന്തിനാ? എല്ലാ പടത്തിനും അതിൻ്റെ ഓഡിയൻസ് ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതൊരു കൊച്ചു പടമാണ്. നമ്മുടെ അയൽപക്കത്തൊക്കെ നടക്കാൻ സാധ്യതയുള്ള ഒരു സംഭവം പോലുള്ള ഒരു പടമാണ്. അപ്പോൾ എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഫാമിലി ഓഡിയൻസിന് ഇഷ്ടപ്പെടുമെന്നാണ് വിചാരിക്കുന്നത്. പ്രേക്ഷകർ എന്ത് പ്രതീക്ഷിച്ചു വരണം? ഇതൊരു കൊച്ചു സിനിമയാണ്. നിങ്ങളുടെ അയൽപക്കത്ത് നിങ്ങളുടെ വീട്ടിലൊക്കെ നടക്കാവുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊക്കെ, നിങ്ങളുടെ എന്താ പറയുക, നിങ്ങളുടെ ഫാമിലിയിലും തൊട്ട് അടുത്തൊക്കെ കാണാൻ പറ്റുന്ന കുറേ കഥാപാത്രങ്ങൾ